ഞാൻ തറപ്പിച്ച് പറയാം, എവള് തന്നെ മാല എടുത്തത്. ഏത് മാല? ഏത് മാലേ? ഏത് മാല? എന്റെ കഴുത്തി കിടന്ന മാല. നിങ്ങളെ കഴുത്തി കിടന്ന മാല എന്റെ കയ്യിൽ എങ്ങനെ വരും? നീ തന്നെ എടുത്തത്, മാറ്റമില്ല. നീ തന്നെ എടുത്തത്. കാരണം നിന്റെ ഇപ്പോഴത്തെ നടപ്പ് രീതികൾ വ്യത്യാസമാണ്. എന്റെ നടപ്പ് നീ അവിടെ സിറ്റിയിൽ പോയി റൂം എടുത്താ? എന്തിന്റെ റൂം എടുത്ത്? നിനക്ക് പൈസ എവിടെ നിന്ന് കിട്ടി? കണ്ടവരുണ്ട് അവിടെ. ആര് കണ്ട്? കണ്ടവരെ ഇങ്ങോട്ട് കൊണ്ടുവാ. ആദ്യം സമയമാകുമ്പോ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തോളാം. കണ്ടവരെ കൊണ്ടുപോവാ. എന്തായാലും നീ തന്നെ മാല എടുത്തത്. ഞാൻ എടുത്തത് എന്ത് ഉറപ്പ്? എന്ത് തെളിവാണല്ലോ ഞാൻ എടുത്തത്? എല്ലാരും പറഞ്ഞല്ലോ ചേട്ടാ. ഞാൻ കണിശമായിട്ടും പറയാം, എവള് തന്നെ എടുത്തത്. ഇവള് കുറച്ച് ദിവസം അല്ല, ഇവളെ കുറച്ച് ദിവസം കൊണ്ട് ഇവള് നടപ്പേ ശരിയല്ലായിരുന്നു. എന്റെ നടപ്പേക്ക് എന്തൊരു കുഴപ്പം? നീ അവിടെ പോയി റൂം എടുത്ത എന്തിനി? ഞാൻ റൂം എടുത്തെങ്കിൽ അത് എന്റെ ആവശ്യത്തിനാണ് റൂം എടുത്തത്. നിങ്ങൾക്ക് എന്താ ഇനി അതിന്റെ പൈസ? ഈ കാശ് എന്ന് പറയുന്ന സംഭവം നിങ്ങളതിൽ മാത്രമേ ഉള്ളൂ, വേറെ ആരെങ്കിലും ഇല്ലേ? അല്ല, അത് ഒരാൾ ഈ ഇത്രയും പൈസ കൊണ്ട് ചുമ്മാ പറ്റും. അപ്പൊ ഇത് ഞാൻ ജോലിക്ക് പോയി കിട്ടിയ കാശ് കൊണ്ട് ഞാൻ റൂം എടുക്കും, പോവും, വരുമോ, നിങ്ങളിപ്പോ തിരക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ മാല ഞാൻ എടുത്തു. ഞങ്ങൾ മാല എടുത്തോണ്ടാണ് നീ വേറെ തരം ഞാൻ എടുത്ത്. നിങ്ങൾക്ക് ഇത്ര ഉറപ്പുണ്ട്? നീ 100% നീ എടുത്ത്. എന്തായാലും ഞാൻ പരാതി കൊടുക്കട്ടെ പോലീസിൽ. ഇത്രയും ഭാരിച്ച തുക എങ്ങനെ അവിടെ കൊടുക്കാൻ പറ്റും? നിനക്ക് പൈസ അവിടെ നീട്ടിയല്ലാതെ എന്തോ? ഞാൻ ജോലി ചെയ്ത് എന്റെ പൈസ കൊണ്ട് ഞാൻ ഞങ്ങളറിയാതെ എന്താ ജോലിക്ക് നീ പോയി? ഞാനിപ്പോ വർക്ക് ചെയ്യല്ലേ കമ്പനിയില്. എന്ത് ജോലിക്ക്? നമ്മക്കറിഞ്ഞൂടെ? ഇതല്ലേ ഇവള് ഒരു മാസം കൊണ്ട് ഇവള് വരയ്ക്ക് വെളിയിലായിരുന്നു. ഇവള് മനഃപൂർവ്വം നമ്മുടെ മാല എടുത്തതാണ്. എന്തായാലും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. നിങ്ങൾ ആർക്കെങ്കിലും ഊരി കൊടുത്തതാണോ? ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഊരി കൊടുത്തതാണോ? അതെ വേറെ വല്ലതും ചെയ്തതാണോ? അത് നിങ്ങൾ വിറ്റിട്ട് തന്നെ പൈസ എടുത്ത് റൂമിൽ അവിടെ ലോഡ്ജിലൊക്കെ റൂം എടുത്തിട്ട് എന്റെ മണ്ടലാക്കാൻ നോക്കുന്നതാണോന്നാണ് പോലീസ് തെളിയിക്കട്ടെ. നോക്കാതിരിക്കല്ലേ? പരിചയമില്ല നമ്പര്. ഹലോ, ഇത് സ്റ്റേഷനിൽ നിന്നാണേ. സ്റ്റേഷനിലോ? അതെ, പോലീസ് സ്റ്റേഷനിൽ. മാല മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. എനിക്കെതിരെയോ? അതെ, രാവിലെ സ്റ്റേഷനിൽ ഒന്ന് ഹാജരാണ്, തെളിവെടുക്കാനുണ്ട്. ഞാൻ മാല മോഷ്ടിച്ചിട്ടില്ല സാർ. ആരാ പറഞ്ഞേ? ആരാ പരാതി നൽകിയേ? സാധാരണ മോഷ്ടിച്ചാലും മോഷ്ടിച്ചൊന്നും പറയാറില്ല. വ്യക്തമായ തെളിവുകളോടെയാണ് വിളിക്കുന്നത്. രാവിലെ ഹാജരായില്ലെങ്കിൽ നമുക്ക് പോലീസുമായിട്ട് വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ വരത്തില്ല. ഞാൻ മാല മോഷ്ടിക്കാത്ത സമയത്ത് പിന്നെ ഞാൻ എന്തിനാ വരുന്നത് സ്റ്റേഷനിലേക്ക്? ചെയ്യാത്ത തെറ്റിന് ഞാൻ എന്തിനാ സ്റ്റേഷൻ ഇറങ്ങി കയറണം? കുറ്റം തെളിയിക്കേണ്ടത് പോലീസിന്റെ ജോലിയാണ്. നിങ്ങൾ വന്നില്ലെങ്കിൽ അങ്ങോട്ട് ആളെ അയക്കേണ്ടി വരും, വനിതാ പോലീസിനെ വിടേണ്ടി വരും, പിന്നെ അറസ്റ്റ് ആവും, നാണക്കേടാവും. മര്യാദയ്ക്ക് സ്റ്റേഷനിൽ വന്നാൽ നാണക്കേട് ഒഴിവാക്കാം. ഞാൻ എന്തായാലും രാവിലെ 10 മണിക്ക് വരാം. വന്നിരിക്കണം. മാല എടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്റെ പേരിൽ എന്തിനാ ഈ പരാതി കൊടുക്കുന്നത്? ആ മാല ഞാൻ കണ്ടിട്ട് പോലുമില്ല. അയാൾ എന്തിനാണോ എന്തോ എന്നെ കള്ളിയാക്കാൻ നോക്കുന്നത്? എന്തെങ്കിലും വൈരാഗ്യം കാണും എൻ്റെ അടുത്ത്. കുടുംബ വൈരാഗ്യം വല്ലതും ആയിരിക്കും. പലതവണ ആ പോലീസുകാരനെ ഞാൻ വിളിച്ചിട്ട് കാര്യം പറഞ്ഞതാണ്, ഞാൻ എടുത്തിട്ടില്ല എന്നൊക്കെ. എന്നിട്ട് അയാളൊന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. എന്തായാലും നാളെ സ്റ്റേഷനിൽ പോയാലും എല്ലാവരും അയാളുടെ ഭാഗത്ത് നിൽക്കും, എൻ്റെ ഭാഗത്ത് നിൽക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. നാളെ സ്റ്റേഷനിൽ പോകണത് ഞാൻ കാണിച്ചു കൊടുക്കാൻ. എന്നെ കുറ്റക്കാരിയാക്കി മറ്റുള്ളവരെ മുമ്പ് നാണം കെടുത്താനാണ് പ്ലാനെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്നെ നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാം. എൻ്റെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കാണാറുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പക്ഷേ എനിക്കിനി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീഡിയോസിൻ്റെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ എന്ന് വേണം പറയാൻ. കാര്യം എൻ്റെ ജീവിതം ഞാൻ ഇവിടെ ഈ റെയിൽപാളത്തിൽ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അത് അറിയിക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു ലാസ്റ്റ് വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഇടുന്നത്. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ റിലേറ്റീവ്സ് കുറച്ച് പേര് എനിക്കെതിരെ മോഷണശ്രമത്തിനും മറ്റ് കേസുകൾക്കുമെതിരെയൊക്കെ കേസൊക്കെ കൊടുത്ത് എന്നെ മറ്റുള്ളവരെ മുമ്പ് നാണം കെടുത്തി, ചെയ്യാത്ത കുറ്റത്തിന് വരെ എന്നെ പഴികേൽപ്പിച്ച് ഒരുപാട് പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആക്കി ഇപ്പോൾ ഈ ഒരു സ്ഥിതി വരെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ജീവിക്കാൻ
എനിക്ക് മടുത്തു, ജീവിതമേ മടുത്തു. സത്യം പറഞ്ഞാൽ ഇനി ജീവിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് പോലുമില്ല. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ എന്നെ വിളിച്ച പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോട് ഒരുപാട് പ്രാവശ്യം ഞാൻ കരഞ്ഞപേക്ഷിച്ചതാണ്. ഞാൻ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല, ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യത്തില്ല എന്നുള്ളത്. ഒരാളുടെ ഒരു രൂപ പോലും എനിക്ക് ചോദിക്കാതെ എടുക്കാത്ത ഞാനാണ് എന്നെ ലോകത്തിന് മുന്നിൽ വലിയൊരു കുറ്റക്കാരിയാക്കി കള്ളിയാക്കി ഇപ്പോൾ ഈ രീതിക്ക് ഞാൻ വന്ന് നിൽക്കുന്നത്. നിയമങ്ങളോ ഒന്നും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പം എനിക്കിനി എൻ്റെ മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ലാസ്റ്റ് വീഡിയോ ആണ്. എനിക്ക് എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് നിങ്ങൾ ആരെയും എനിക്ക് അറിയത്തില്ല എങ്കിലും എല്ലാവർക്കും ഞാൻ എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തവർക്ക് നന്ദി പറയുന്നു. നാളെ ലോകം മുഴുവനും കുറ്റപ്പെടുത്തിയാലും നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ല വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. നിങ്ങളെ വിഷമിപ്പിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനി കാണാൻ പറ്റുമെന്നും അറിയത്തില്ല. എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇപ്പം എൻ്റെ ജീവിതം അവള് ട്രെയിൻ കയറി മരിച്ചു കേട്ടാ. അയ്യോ, പണിയായ നാളെ കൊച്ചെടുത്ത് കളിച്ചതായിരുന്നു. ഇത് പാത്താവൂല്ലോ. ഇനി എന്ത് ചെയ്യും? പോലീസ് കൊടുത്ത പരാതിയാണ്. അവന്മാർ ഇനി നമ്മളില്ലേ? അവന്മാർ എത്ര വർഷം ഇനി ഇതിന്റെ പറയാ നടക്കും? ഗ്യാസ് വരുമാനത്താണ് ഇത്രയും അംഗങ്ങളുണ്ട്, ഒരെണ്ണമൊക്കെ പോട്ടെന്നോ. അത്രയും ചെലവ് കുറയും. പിന്നെ ഇത് അന്വേഷിച്ച് തെളിഞ്ഞൊക്കെ വരുമ്പോ കാലം കെടുക്കും. അവളെ തലയിൽ തന്നെ ഇരിക്കട്ടെ എന്നും. അത് എന്തായാലും പോയി അവളെ പുറത്തേക്ക് വെക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ പോലീസല്ലേ എവിടെ തീരും അന്വേഷിച്ച്. അത്രേ ഉള്ളൂ. പൈസ ചോദിക്കാവുന്ന കേസല്ലേ. ചേട്ടനാകട്ടെ പറയായിരുന്നത് എവിടെ കഴിഞ്ഞു. അതെ, നമ്മളിത് കേട്ടില്ല കണ്ടില്ല, അത് കഴിഞ്ഞു. എല്ലാം പറഞ്ഞ പോലെ ഇനി ഈ സംസാരമില്ല ഇതിനെ കുറിച്ച്. പോയത് പോയി എല്ലാം പോയി എല്ലാം പോയി എല്ലാം പോയി എല്ലാം പോയി. ഞാൻ പോണേ. ശരി, എല്ലാം പറഞ്ഞ പോലെ.